ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അമൃതം മിൽക്ക് ഷേക്ക്. വലവാടികളിൽ നിന്നും കിട്ടുന്ന അമൃതം പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ മിൽക്ക് ഷേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്ക് ആയിരിക്കും ഇത്. അമൃതം പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ ഡ്രിങ്ക് ഇഷ്ടാവും കേട്ടോ. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ബാലവാടികളിൽ നിന്നും കൊടുക്കുന്ന ന്യൂട്രിമിക്സ് പൗഡറാണ് അമൃതം. ഇതിലടങ്ങിയിട്ടുള്ള ചേരുവകൾ ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര എന്നിവയ്ക്കാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൗഡറാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായും കൊടുക്കേണ്ട ഒരു പൊടി തന്നെയാണിത്. ഞാനിപ്പോൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അമൃതം പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിലേക്ക് ഈ പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി, അധിക സമയമൊന്നും വേണ്ട. ഇതിപ്പോൾ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം വേണം ഡ്രിങ്ക് റെഡിയാക്കാൻ. ഇതിപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഞാൻ ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. അപ്പോൾ 5 ഈത്തപ്പഴം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. കുരു എല്ലാം കളഞ്ഞിട്ട് വേണം കേട്ടോ കുതിർക്കാൻ വെക്കാം. പിന്നെ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ നേന്ത്രപ്പഴവും ഡേറ്റ്സും ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് കുതിർത്ത വെള്ളത്തോട് കൂടി ചേർക്കുക. പിന്നെ നമ്മുടെ അമൃതം പൊടിയുടെ മിക്സിൽ നിന്ന് കുറച്ചതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ളത് ചേർത്തിട്ട് അരച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അമൃതം പൊടി മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ അമൃതം പൊടി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 2 ഗ്ലാസ്സാണ് കേട്ടോ ഈ മിൽക്ക് ഷേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാലും അമൃതം പൊടിയും കുറച്ചും കൂടി കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഗ്ലാസ്സിലേക്ക് മിൽക്ക് ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കാഷ്യൂനട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് സോസും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അമൃതം പൊടി കഴിക്കാത്ത കുട്ടികൾക്ക് ഇനി ഇതുപോലെയൊക്കെ ഒന്ന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കും. അവർ തീർച്ചയായിട്ടും കുടിക്കും. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കും കൂടിയാണിത്. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് വലിയവർക്കും ഇത് ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ അത്രയും നല്ലതാണ്. ഈ ചൂടുകാലത്ത് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് തണുക്കാൻ ഏറ്റവും ഉത്തമമായൊരു ഡ്രിങ്കാണ് ഈ മിൽക്ക് ഷേക്ക്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്